വെയിൽ തളർത്തിയ നഗരവീഥിയിലൂടെ അഞ്ജലി നടക്കുകയായിരുന്നു. അവളുടെ ഉള്ളിൽ വിശപ്പിന്റെ തീയും പുറത്തു കത്തുന്ന സൂര്യതാപവുമാണ്. കണിമംഗലം ഇൻഫോടെക്കിലെ എയർ കണ്ടീഷൻ ക്യാബിൽ നിന്ന് കോഡുകൾ ടൈപ്പ് ചെയ്തിരുന്ന ആ പഴയ അഞ്ജലിയുടെ ഓർമ്മകൾ ഒരു മരീചിക പോലെ അവളുടെ മുന്നിൽ തെളിഞ്ഞു മാഞ്ഞു. 30,000 രൂപയുടെ ശമ്പളവും അന്തസ്സുള്ള ജീവിതവും ഒറ്റ രാത്രി കൊണ്ട് തകർന്നടിഞ്ഞത് വിശ്വസിക്കാനാവുന്നില്ല. ഇന്നൊരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ അവൾ തെരുവിലലയുന്നു. ഒരു ബ്യൂട്ടി പാർലറിന് മുന്നിലെ ബോർഡ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ജോലിക്കാരിയായ പെൺകുട്ടിയെ ആവശ്യമുണ്ട്. ഒന്ന് മടിച്ചു നിന്ന ശേഷം അവൾ ഉള്ളിലേക്ക് കയറി. AC തണുപ്പിലേക്ക് കയറിയപ്പോൾ അവൾക്കൊന്ന് ശ്വാസം നേരെ വീണു. പക്ഷേ മുന്നിലിരുന്ന സ്ത്രീയുടെ നോട്ടം ആ തണുപ്പിനേക്കാൾ കഠിനമായിരുന്നു. എന്താ? ഉടമസ്ഥയുടെ ചോദ്യം ഒരു ചാട്ടുളി പോലെ അവർക്ക് നേരെ വന്നു. ജോലിക്ക്. അഞ്ജലി പതറിപ്പോയി. ആ ബോർഡ് കണ്ടിട്ട് വന്നതാ. ആ സ്ത്രീ അവളെ ഒന്ന് ആപാദചൂഡം നോക്കി. എക്സ്പീരിയൻസ് ഉണ്ടോ നിനക്ക്? ഫേഷ്യൽ, ഹെയർ കട്ടിംഗ് ഇതൊക്കെ അറിയാമോ? അഞ്ജലി തല താഴ്ത്തി. ബാഗിനുള്ളിൽ കിടക്കുന്ന ബിടെക് സർട്ടിഫിക്കറ്റുകൾക്ക് ഇവിടെ പുല്ലുവില പോലുമില്ലെന്ന് അവൾക്ക് തോന്നി. അറിയില്ല ചേച്ചി, പക്ഷെ ഞാൻ പെട്ടെന്ന് പഠിച്ചെടുത്തോളാമെല്ലാം. എനിക്ക് ഈ ജോലി അത്യാവശ്യമാണ്, പ്ലീസ്. പഠിപ്പിക്കാനൊന്നും എനിക്ക് നേരമില്ല, ആ സ്ത്രീ കടുപ്പത്തിൽ അവളോടായി പറഞ്ഞു. പിന്നെ നിന്റെ അവസ്ഥ കണ്ടുകൊണ്ട് പറയാം, തുടക്കക്കാർക്ക് വെറും 5,000 രൂപയെ തരാൻ പറ്റൂ. നാളെ രാവിലെ 8 മണിക്ക് ഇവിടെ ഹാജരാകണം. ഒരു മിനിറ്റ് വൈകിയാൽ പിന്നെ ഇങ്ങോട്ട് വരണ്ട. സമ്മതമാണോ നിനക്ക്? 5,000 രൂപ. ഒരിക്കൽ ഒരു ഷോപ്പിംഗ് മാത്രം താൻ ചെലവാക്കിയ തുക. അഞ്ജലി ഒരു നിമിഷം കണ്ണടച്ചു. വിശപ്പവളുടെ അഭിമാനത്തെ തോൽപ്പിച്ചു കളഞ്ഞു. സമ്മതമാണ് ചേച്ചി, ഞാൻ നാളെ വരാം. പാർലറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവളുടെ കാഴ്ച മങ്ങിത്തുടങ്ങിയിരുന്നു. ജീവിതം വലിയൊരു കയറ്റിറക്കമാണെന്ന തിരിച്ചറിവ് ഒരു കനത്ത ഭാരം പോലെ അവളുടെ ഹൃദയമിടിപ്പിൽ തങ്ങി നിന്നുപോയി. അതേസമയം നഗരത്തിന്റെ മറുഭാഗത്ത് അഗ്നിയുടെ സാമ്രാജ്യത്തിൽ പ്രകമ്പനം തുടങ്ങി. മാളവികയുടെ സിസ്റ്റത്തിൽ ചുവന്ന വെളിച്ചം മിന്നിമറഞ്ഞു. സിട്രിക്കൽ എറർ, ഡേറ്റ് റീച്ച് എന്ന സന്ദേശം സ്ക്രീനിൽ നിറഞ്ഞപ്പോൾ അവൾ വിറച്ചുപോയി. നിമിഷങ്ങൾക്കുള്ളിൽ ഓഫീസിലെ എല്ലാ കമ്പ്യൂട്ടറുകളും നിശ്ചലമായി. വിവരങ്ങൾ ഒന്നൊന്നായി മാഞ്ഞു പോകുന്നത് അവർ നിസ്സാരായി നോക്കി നിന്നു. എന്താ ഇവിടെ നടക്കുന്നത്? അഗ്നിയുടെ അലർച്ച കേട്ട് എല്ലാവരും ഞെട്ടി. അവന്റെ മുഖം ദേഷ്യം കൊണ്ടും ആശങ്കകൾ കൊണ്ടും ചുവന്നിരുന്നു. ക്രിസ്റ്റി എവിടെ? എവിടെ ക്രിസ്റ്റി? ടീമിലെ ഏറ്റവും വിശ്വസ്തനും ബുദ്ധിമാനുമായ മാനേജറായ ക്രിസ്റ്റി ഓടിയെത്തി. അവൻ ശാന്തനായ സിസ്റ്റത്തിൽ മുന്നിലിരുന്നു. കോഡുകളുടെ പ്രവാഹത്തിലൂടെ അവന്റെ വിരലുകൾ ചലിച്ചു. സർ, ഇതൊരു സാധാരണ ഹാക്കിംഗ് അല്ല. ആരോ നമ്മുടെ സിസ്റ്റത്തിൽ വേരുറക്കുകയാണ്. ക്രിസ്റ്റിയുടെ ശബ്ദം ഗൗരവം നിഴലിച്ചു. പക്ഷെ ആ മുറിയിലുണ്ടായിരുന്ന ആരും അറിഞ്ഞില്ല ആ തകർച്ചയുടെ ശില്പി ക്രിസ്റ്റി തന്നെയാണെന്ന്. തന്റെ പിതാവിനെയും സഹോദരിയെയും തകർത്ത അഗ്നിയുടെ കുടുംബത്തോടുള്ള പക അവന്റെ രക്തത്തിൽ തിളക്കുന്നുണ്ടായിരുന്നു. ആ വിശ്വസ്തയുടെ മുഖമടിക്ക് പിന്നിൽ ഒരു വേട്ടക്കാരൻ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അഗ്നി അതൊന്നും അറിഞ്ഞില്ല. എന്റെ ബിസിനസ് ഡീറ്റെയിൽ, രഹസ്യ ഇടപാടുകൾ എല്ലാം അതിലുണ്ട് ക്രിസ്റ്റി. പുറത്തുനിന്ന് ആരെ വേണമെങ്കിലും വിളിക്ക്. എത്ര പണം വേണമെങ്കിലും തരാം. ഇത് എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്തു തരണം. അതേസമയം കെട്ടിടത്തിന്റെ മറ്റൊരു കോണിൽ ക്രിസ്റ്റിയുടെ സഹോദരിയുടെ ലാപ്ടോപ്പിലേക്ക് അഗ്നിയുടെ സാമ്രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ഓരോന്നായി ഒഴുകിയെത്തിക്കൊണ്ടേയിരുന്നു. വർഷങ്ങളായി കാത്തിരുന്ന പ്രതികാരത്തിന്റെ മധുരം അവൾ നുണഞ്ഞു. പെട്ടെന്ന് അഗ്നി ക്രിസ്റ്റിയുടെ അരികിലേക്ക് നീങ്ങി നിന്നു. ക്രിസ്റ്റിയുടെ മുഖത്തെ വിയർപ്പും അസ്വാഭാവികമായ മൗനവും അഗ്നിയിലൊരു സംശയം ജനിപ്പിച്ചു. അവൻ ക്രിസ്റ്റിയുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. ക്രിസ്റ്റി, നീ സത്യം പറ, ഇത് ശരിയാക്കാൻ പറ്റുമോ? അതോ നിനക്കിതിനെക്കുറിച്ച് നേരത്തെ എന്തെങ്കിലും അറിയാമായിരുന്നോ? അഗ്നിയുടെ ചോദ്യം മുറിവിൽ വായുവിൽ നിശ്ചയമാക്കി. അഗ്നിക്കെന്തോ തന്നെക്കുറിച്ച് സംശയമുണ്ടെന്ന് ക്രിസ്റ്റിക്ക് മനസ്സിലായി. ക്രിസ്റ്റി സാവധാനം തലയുയർത്തി. അവന്റെ കണ്ണുകളിൽ ഒരു നിഗൂഢത തിളക്കമുണ്ടായിരുന്നു. സാർ, ചില കാര്യങ്ങൾ തകരാൻ വേണ്ടിയുള്ളതാണ്. ഞാൻ എന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ആ വാക്കുകൾ ഒളിയുമ്പോൾ അഗ്നി തിരിച്ചറിഞ്ഞില്ല. പക്ഷേ തന്റെ സാമ്രാജ്യം ചീട്ടുകൊട്ടാരം പോലെ തകരുന്നത് അവൻ ഭീതിയോടെ നോക്കി നിന്നു. പ്രതികാരത്തിന്റെ വിത്തുകൾ മുളയടിച്ചു തുടങ്ങി. കണിമംഗലം ഗ്രൂപ്പിന്റെ ആസ്ഥാന മന്ദിരങ്ങൾ ഓരോന്നായി അരുണിന്റെ കണ്ണുകളിൽ മിന്നിമറഞ്ഞു. സ്വന്തം അച്ഛന്റെയും ഏട്ടന്മാരുടെയും സാമ്രാജ്യങ്ങൾ. അവിടെയെല്ലാം ഒരു കാലത്തവൻ രാജകുമാരനായിരുന്നു. പക്ഷേ ഇന്ന് ലണ്ടനിൽ പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് അച്ഛൻ സേതുമാധവന്റെ സ്വപ്നങ്ങൾ തകർത്ത് മടങ്ങി അവന് ആ പടികൾ കയറാൻ അവകാശമില്ല. ഓരോ കമ്പനിയുടെ മുന്നിൽ അവൻ അപമാനിതനായി തിരിച്ചു വന്നുകൊണ്ടേയിരുന്നു. തന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളേക്കാൾ വലിയ വില അച്ഛന്റെ വാക്കിൽ നിന്ന് അവൻ വേദനയോടെ തിരിച്ചറിഞ്ഞ ദിവസങ്ങളായിരുന്നു അതെല്ലാം. ഒടുവിൽ നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഹേമമാലിനി ഗോൾഡ് പാലസ് എന്ന മഹാമന്ദിരത്തിന്റെ വാതിൽ അവനായി തുറക്കപ്പെട്ടു. കണിമംഗലെ വലിയ തമ്പുരാന്റെ മകൻ അവിടെ
വെറുമൊരു സെയിൽസ്മാനായി ആദ്യത്തെ ചുവട് വെച്ചു. അന്ന് രാവിലെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അമ്മ സീതാലക്ഷ്മി ഉമ്മറത്തേക്ക് ഓടി വന്നു. "നീ എങ്ങോട്ടാ അരുണേ? ഈ നേരത്ത്? ഒരു തുള്ളി ചായ പോലും നീ കുടിച്ചിട്ടില്ല." അമ്മയുടെ സ്വരത്തിൽ ആവലാതി നിറഞ്ഞു. "എന്നും ആ കമ്പനികൾ തോറും കയറിയിറങ്ങാനാണ് നിന്റെ പരിപാടി? മോനെ, നിന്റെ അച്ഛനെയും ഏട്ടന്മാരെയും ഒന്ന് പോയി കണ്ടു നോക്ക്. അവർക്ക് നിന്നോട് ദേഷ്യമുണ്ടാകും. പക്ഷേ കണിമംഗലത്ത് നിനക്കൊരു കസേല അവർ തരാതിരിക്കില്ല. നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്?" അരുൺ ബുള്ളറ്റിന്റെ ആക്സിലേറ്റർ ഒന്നുകൂടി കൊടുത്തുകൊണ്ട് പറഞ്ഞു. "അവരുടെ ഔദാര്യം എനിക്ക് വേണ്ടമ്മേ. ഞാൻ എൻ്റെതായ വഴിയിൽ കണ്ടെത്തിക്കോളാം ഒരു ജോലി." അമ്മയുടെ നിസ്സഹായമായ നോട്ടത്തിന് പിന്നിലാക്കി അവൻ പാഞ്ഞുപോയി. ജ്വല്ലറിയിലെ ആ നിമിഷം. ജ്വല്ലറിയിൽ തിരക്കുകൾക്കിടയിൽ അരുൺ പുതിയ റോളിലേക്ക് പൊരുത്തപ്പെട്ടു. അപ്പോഴാണ് ജ്വല്ലറി ഉടമ അങ്ങോട്ട് വന്നത്. "അരുൺ, ഇങ്ങോട്ട് വന്നേ. ഇവർ നമുക്ക് വളരെ വേണ്ടപ്പെട്ട കസ്റ്റമേഴ്സാണ്. നല്ല ബെസ്റ്റ് കളക്ഷൻസ് തന്നെ എടുത്തു കാണിക്കണം നീ." അരുൺ ട്രേയുമായി തിരിഞ്ഞു നിന്നതും അവൻ്റെ ശ്വാസം ഒരു നിമിഷം നിലച്ചു. മുന്നിൽ നിൽക്കുന്നത് താര, കൂടെ സുമുഖനും ഗൗരവക്കാരനുമായ ഒരു യുവാവ്. ഇത് ജോർജ്, നഗരത്തിലെ അറിയപ്പെടുന്ന ബിസിനസ് ടൈക്കൂണാണ്. വിവാഹത്തിനുള്ള സ്വർണം സെലക്ട് ചെയ്യാനാണ് അവർ ഇവിടെ വന്നത്. ഉടമ അവരെ അരുണിന് പരിചയപ്പെടുത്തി കൊടുത്തു. ജോർജ് ഒരു പക്കാ ബിസിനസ്സുകാരനാണ്. ഓരോ ചലനത്തിലും സമ്പത്തിന്റെ ഗമയുണ്ടവനിൽ. സുന്ദരനും അഹങ്കാരിയുമായ ജോർജിന് മുന്നിൽ അരുൺ വെറുമൊരു ജോലിക്കാരൻ മാത്രം. താര ഒരു നിമിഷം തരിച്ചു നിന്നുപോയി ഇതെല്ലാം കണ്ട്. 2 വർഷം താൻ പ്രണയിച്ച പുരുഷൻ. അരുണിന്റെ കയ്യിൽ പണമുള്ളപ്പോൾ അവനെ വലം വെച്ചു നടന്നവളാണവൾ. ലണ്ടനിൽ നിന്നവൻ പഠിപ്പ് തോറ്റതും കണിമംഗലം കുടുംബം അവനെ കൈവിട്ടതും അറിഞ്ഞപ്പോൾ അവൾ അവനെ പാഴ്വസ്തുവിനെ പോലെ വലിച്ചെറിഞ്ഞു പോയി. അവൾക്ക് വേണ്ടത് സുരക്ഷിതമായ ആഡംബരമുള്ളൊരു ജീവിതമാണ്. അത് നൽകാൻ ജോർജിന് കഴിയുമെന്ന് അവൾക്കറിയാം. "എന്താടാ നോക്കി നിൽക്കുന്നത്? ആ പുതിയ ഡിസൈൻ എടുത്തേ," ജോർജ് അധികാരസ്വരത്തിൽ പറഞ്ഞു. അരുൺ ഒന്നും മിണ്ടാതെ സ്വർണ്ണമാലകൾ ഓരോന്നായി എടുത്തു വെച്ചു. അവൻ്റെ വിരലുകൾ വിറച്ചില്ല. പകരം അവയുടെ ചലനങ്ങൾ ഒരു തണുപ്പായിരുന്നു. താരയുടെ ഉള്ളിൽ 1000 ചിന്തകൾ തിരതള്ളി. ഇവൻ എങ്ങനെ ഇവിടെ എത്തി? കണിമംഗലം രാജകുമാരൻ ഇന്ന് ഒരു സെയിൽസ്മാനാണോ? ഞാനെടുത്ത തീരുമാനം എത്ര ശരിയായി. ഇവൻ്റെ കൂടെ പോയിരുന്നെങ്കിൽ ഇന്ന് ഞാനും തെരുവിൽ നശിച്ചേനെ, അവൾ മനസ്സിൽ കരുതി. പക്ഷെ അവളുടെ കണ്ണുകൾ അറിയാതെ അരുണിലേക്ക് നീണ്ടു. അവൻ തന്നെ ഒന്ന് നോക്കുമെന്നവൾ കരുതി. എന്നാൽ അരുൺ അവളെ കണ്ട് പാവം പോലും നടിച്ചില്ല. അവൾ വെറുമൊരു അപരിചിതയായ കസ്റ്റമർ മാത്രമായിരുന്നു അവന്. "ഇത് നോക്കൂ, ഇത് നല്ല തിളക്കവുമുണ്ട്. ഇപ്പോഴത്തെ പുതിയ കളക്ഷനുമാണ്. നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ചേരുന്ന ഒരു ജ്വല്ലറിയുമാണിത്." ഒരു മാല എടുത്തു കാണിച്ച് അരുൺ ജോർജിന് നേരെ പറഞ്ഞു. താരക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. ജോർജ് ഇത് ശ്രദ്ധിക്കുമോ എന്ന പേടി അവളുടെ മുഖത്ത് നീലിച്ചു. അരുണിന്റെ മുഖത്തെ ആ അവഗണന അവളെ വല്ലാതെ പൊള്ളിച്ചു. തന്നെ നോക്കിയൊന്ന് കരയുമെന്നോ പരിഭവിക്കുമെന്നോ കരുതിയിടത്ത് അവൻ തന്നെ ഒരു വേസ്റ്റായി കണക്കാക്കുന്നു എന്ന് അവൾ മനസ്സിലാക്കി.